സമസ്ത ഉണ്ടാക്കിയത് എന്തിനാ? ഇവർ പറയുന്നുണ്ട് സമസ്ത ഉണ്ടാക്കിയത് ഇവിടെ ആവേശപൂർവ്വം യാ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുന്ന ഒരു സമൂഹത്തെ ഇവിടെ ഉണ്ടാക്കാനാണ്. എന്നിട്ടിപ്പോ 100 കൊല്ലം പണിയെടുത്തിട്ട് സമസ്ത എന്തായി? റഹ്മത്തുള്ളാഹി ഖാസിമി പറയുന്നത് സമസ്തയിലൊക്കെ ഒന്നുകിൽ വഹാബി അല്ലെങ്കിൽ സുഹാബി. അതിലും കൂടി അതാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു വിജയായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളെന്താ ഞങ്ങളെക്കുറിച്ച് പറയല്? നിങ്ങളെന്ത് പണിയെടുത്തിട്ട് എന്താടോ, എന്താ കാര്യം? ഞങ്ങളെ മെമ്പർഷിപ്പ് ഒന്നും എടുത്തില്ലെങ്കിലും നിങ്ങളെ കോളേജിൽ വരെ പഠിപ്പിക്കുന്ന പ്രൊഫസർമാർ വരെ ഒന്നുകിൽ വഹാബി അല്ലെങ്കിൽ സുഹാബി, സുന്നി അല്ല വഹാബി അല്ലാത്ത സൈസാണ് എന്നാണ് റഹ്മത്തുള്ളാഹി ഖാസിമി പറയുന്നത്. എല്ലായിടത്തും സമസ്തന്റെ പള്ളികളിലെ ഇമാമിങ്ങൾ, സമസ്തന്റെ പല കോളേജുകൾ, സമസ്തന്റെ മുഷാവറയിൽ വരെ ഇപ്പോൾ വഹാബി സുഹാബി ഉണ്ട് എന്നാണ്. സമസ്തന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജിഫ്രിക്കോയ കുഴപ്പമില്ല, അടുത്ത പ്രസിഡന്റ് റബ്ബർ സ്റ്റാമ്പാവും, അടുത്ത പ്രസിഡന്റ് തനിച്ച വഹാബിയാവും എന്ന് പ്രവചിച്ചു കഴിഞ്ഞു നിങ്ങൾ റഹ്മത്തുള്ളാഹി ഖാസിമി മുത്തേടം. എന്തായിപ്പോ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ സമസ്ത ഉണ്ടാക്കിയത്. ആ സമസ്തന്റെ ഒരു കോലപ്പം എന്താണ്? സമസ്ത എന്ന് പറഞ്ഞാൽ എന്തോ ഒരക്കലും മുല്ലക്കോയ തങ്ങൾ മുതൽ ഈ ശംസുൽ ഉലമ വരെ ഉള്ളവര് ഇപ്പോഴും മുഷാവറയിൽ അവർ കയറി വരുന്നുണ്ട് എന്നാണ്. എന്നിട്ട് ഇപ്പൊ എന്തേ ആകെ പ്രശ്നമായില്ലേ? ജിഫിരിക്കോയന്റെ ഇറങ്ങിപ്പോയി എന്നല്ലാതെ ഒരു സമസ്തന്റെ വരക്കൽ മുല്ലക്കോയും വരുന്നില്ല, അതുപോലെ തന്നെ ഈക്കിയും കയറി വരുന്നില്ല. എവിടെ പോയി ഇവരൊക്കെ? അതോ ഇവർക്ക് ഇപ്പൊ വരാൻ പറ്റൂലേ? അതോ അവിടെ വല്ല മുഷാവറയും നടക്കുന്നുണ്ടോ? അവർ പോയോടത്തെ അവിടെ വല്ല മുഷാവറയും നടന്നിട്ട് അവിടുത്തെ പ്രശ്നം തീർക്കാൻ കഴിയാത്തോണ്ട് ഇങ്ങോട്ട് വരാത്തതാണോ? അതൊക്കെ ഒന്ന് പറയണങ്ങള്. കാരണം നിങ്ങൾ പറഞ്ഞ് നാളെ മറുപടി അറിയുമ്പോൾ ഓ വഹാബികളെ മുജാഹിദുകളെ നിങ്ങൾ എത്ര ഗ്രൂപ്പാ, എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ സമസ്തയിൽ ഗ്രൂപ്പിസ്റ്റ് ഉണ്ട് എന്ന് പറയാനാണോ നിങ്ങൾ വരുന്നത്? അതല്ല ഞങ്ങൾ പറയുന്നത്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുണ്ടാക്കുന്ന സംഘടനകളിലൊക്കെ ഗ്രൂപ്പിസോ ഒക്കെ ഉണ്ടാവും, അത് മുജാഹിദീങ്ങളിലും ഉണ്ട്, അത് പല ഗ്രൂപ്പുകളിലും പലയിടത്തും ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഇടയിൽ അത് പാടില്ലാന്ന്. കാരണം നിങ്ങളുടെ സമസ്ത ഉണ്ടാക്കുന്ന യോഗത്തിൽ ആമീൻ പറഞ്ഞത് മുത്തുനബിയാണേ. സമസ്ത രൂപീകരിക്കണ ആദ്യത്തെ യോഗത്തിൽ ആമീൻ പറഞ്ഞത് മുത്തുനബിയാ. ആരാടോ അള്ളാന്റെ റസൂലിനെ താഴ്ത്തിക്കെട്ടുന്നത്? ഏതൊരു യോഗത്തിൽ അള്ളാന്റെ റസൂൽ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ റസൂലല്ലേ ദുആ ചെയ്യുക, ബാക്കിയുള്ളവർ ആമീൻ പറയല്ലേ ചെയ്യുക അല്ലേ? നിങ്ങളുടെ സമസ്ത രൂപീകരിക്കുമ്പോൾ 1926 സമസ്തയുടെ രൂപീകരണ യോഗത്തിൽ ഈ സമസ്തയെ വിജയിപ്പിക്കണേ എന്ന് മറ്റുള്ള നേതാവ് ആമീൻ നേതാവ് പ്രാർത്ഥിച്ചപ്പോൾ മുത്തുനബി ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ആമീൻ പറയാനൊക്കെ ക്ലിപ്പുകളുണ്ട്, എനിക്ക് ഇടാൻ സമയമില്ലായിട്ടാണ്. അങ്ങനെ അള്ളാന്റെ റസൂല് 925 അനുവാദം കൊടുത്തില്ല. 26 വരക്കൽ മുല്ലക്കോയൊക്കെ അനുവാദം കൊടുത്ത് സമസ്ത ഉണ്ടാക്കിക്കോ ഞാനും വരുന്നു. അങ്ങനെ 26 കോഴിക്കോട് സമസ്ത രൂപീകരിച്ചപ്പോൾ മുത്തുനബി കയറി വന്നു. അപ്പോൾ വരക്കൽ മുല്ലക്കോയ ദുആ ചെയ്തു, മുത്തുനബി ആമീൻ പറഞ്ഞു. എടോ റസൂലുള്ളാഹ് നിങ്ങളെ ദുആക്ക് ആമീൻ പറയാനുള്ള സ്ഥാനം മാത്രമേ ഉള്ളൂ? അങ്ങനെയല്ലേ നിങ്ങൾ പ്രസംഗിക്കുന്നത്? അങ്ങനെ റസൂല് ദുആ ചെയ്തിട്ടുണ്ടാക്കിയ സമസ്ത മഹാന്മാർ എപ്പോഴും ഇങ്ങനെ പാറിക്കളിച്ച് ഒരു കേസുണ്ടെങ്കിൽ വക്കീലിനോട് വരെ ഈക്കെപ്പോഴും വന്ന് കേസിന്റെ പോയിന്റ് പറഞ്ഞു കൊടുക്കുന്ന നിങ്ങൾ പ്രസംഗിക്കണത്. ഒരു മഹലിൽ കേസുണ്ടായാൽ ആ വക്കീലിനോട് കേസിന്റെ വിവരങ്ങൾ വരെ വന്നിട്ട് ഇപ്പോഴും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്തടോ ഇപ്പൊ പ്രശ്നം ഉണ്ടായപ്പോൾ ബഹാവുദ്ദീൻ കുരിയാട് കള്ളനാണെന്ന് ഒരാള്, അല്ല ഉമ്മർ ഫൈസി ആ കള്ളെന്ന് വേറൊരാള്, ജിഫിരിക്കോയ പ്രസ്താവന ഇറക്കിയത് ശരിയായില്ല എന്ന് വേറൊരാള്, മുഷാവറയിലുള്ളത് മുഴുവനും കള്ളന്മാരാണ് എന്ന് ഉമ്മർ ഫൈസി. ആരാടോ ഇതിലെ കള്ളൻ, ആരാ ഇതിലെ കുള്ളൻ? എന്താ പങ്കളുടെ അവസ്ഥ? എന്തേ ഇപ്പൊ ആരും വരാത്തത്? വരക്കൽ മുല്ലക്കോയ വരുന്നില്ല, ശംസുൽ ഉലമായി വരുന്നില്ല, ആരൂപ്പങ്ങളെ മുഷാവറയിലേക്ക് വരുന്നില്ലേ? നിങ്ങൾ തമ്മിലടിച്ചോട്ടെ എന്ന് തീരുമാനിച്ചിട്ടാണോ? മുത്തു മുസ്തഫ പറഞ്ഞിട്ട് രൂപീകരിച്ച് മുത്തു മുസ്തഫ ആമീൻ ചൊല്ലി പറഞ്ഞ് ആശീർവദിച്ച സമസ്തയിൽ എന്താ മുത്തു മുസ്തഫ ഇപ്പൊ ഇടപെടാത്തത്? തല്ലിക്കോന്ന് മുത്തു മുസ്തഫ അവിടെ അങ്ങനെ പറയാണോ? എന്താടോ നിങ്ങളുടെ അവസ്ഥ? എവിടെ എത്തി നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ കുറച്ച് കാലമൊന്നുമല്ല ഞങ്ങളുടെ പേരിൽ കുതിര കയറാൻ തുടങ്ങിയിട്ട്. തൗഹീദിന്റെ വക്താക്കളെ പേരിൽ നിങ്ങൾ ഇല്ലാ കഥകൾ ഒരുപാട് പറഞ്ഞുണ്ടാക്കി. ഞങ്ങളെ നിങ്ങൾ എല്ലാ നിലക്കും ഭ്രഷ്ട് കൽപ്പിച്ചു. ഞങ്ങളുടെ പാവപ്പെട്ട ആളുകളെ നിങ്ങൾ മഹല്ലുകളിൽ നിന്ന് പുറത്താക്കി, മക്ബറകൾ നിങ്ങൾ വിലങ്ങി, ഞങ്ങളുടെ പെൺമക്കൾക്ക് ഇനി നിങ്ങളെ പുതിയാപ്പളയെ കിട്ടൂല എന്ന് പ്രചരിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി. ഒരുപാട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിൻ്റെ നേർവരമ്പത്തിൽ നിന്നുള്ള കൂലികൾ നിങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്.